ഒരുപക്ഷെ പലർക്കും ഏറ്റവും ഇഷ്ടമുള്ള മഹാഭാരത കഥാപാത്രമായിരിക്കും ഭീഷ്മർ. എന്നാൽ പൃഥ്വി, അഗ്നി, വായു, അന്തരീക്ഷം, ആദിത്യ, ദ്യു, ചന്ദ്രാമ, നക്ഷത്രിണി എന്നീ അഷ്ടവസ്തുക്കൾക്ക് ശാപം കിട്ടി ഭൂമിയിൽ ജനിക്കേണ്ട വന്നവരിൽ ഒരാളായിരുന്നു ഭീഷ്മർ എന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? കഥ ഇങ്ങനെയാണ്. ശന്തനു എന്ന കുരു രാജാവിന് ഗംഗാ തീരത്ത് വെച്ച് സുന്ദരിയായ ഒരു യുവതിയോട് പ്രണയം തോന്നി. കല്യാണത്തിന് സമ്മതം. പക്ഷെ തന്റെ ഒരു തീരുമാനങ്ങളും ചോദ്യം ചെയ്യരുത് എന്ന വ്യവസ്ഥയ്ക്ക് തയ്യാറാണെങ്കിൽ മാത്രം. കല്യാണത്തിന് ശേഷം ഇരുവർക്കും ഉണ്ടായ 7 കുട്ടികളെയും ആ സ്ത്രീ ഗംഗയിൽ 8ാം കുഞ്ഞിനെ മുക്കാൻ പോയപ്പോൾ ചോദ്യം ചെയ്ത ശന്തനുവിനോട് താൻ ഗംഗാദേവിയാണെന്നും മുക്കിയത് ശാപം കെട്ടിയ 7 വസുക്കളെയാണെന്നും, പക്ഷെ 8ാം വസു ദേവവ്രതൻ എന്ന ശന്തനുവിന്റെ മകനായി. വർഷങ്ങൾക്ക് ശേഷം ശന്തനുവിന് പിന്നെയും സത്യവതി എന്ന കസ്തൂരി ഗന്ധിയോട് പ്രണയം തോന്നി. പക്ഷെ സത്യവതിയുടെ അച്ഛന്റെ നിബന്ധന മാനിക്കാൻ വയ്യാതെ ശന്തനു ആകെ വിഷാദത്തിലാണ്ടു. സത്യവതിയുടെ മക്കളായിരിക്കണം ഇനിയുള്ള കുരു രാജാക്കന്മാർ എന്നതായിരുന്നു അച്ഛന്റെ വിഷാദ കാരണം എന്നറിഞ്ഞ ദേവവ്രതൻ താൻ ജീവിതാന്ത്യം വരെ ബ്രഹ്മചാരിയായിരിക്കുമെന്നും രാജ്യഭരണം ഒരിക്കലും ഏൽക്കില്ല എന്നും കഠിന ശപഥം ചെയ്തു. അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മ ശപഥമേറ്റവനായി. അപ്പോൾ ഭീഷ്മർക്ക് ശന്തനു സ്വച്ഛന്ത മൃത്യു വരം നൽകുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ കടന്ന് തലമുറകൾ ഭീഷ്മർ ജീവിച്ചു. ഭീഷ്മർ ഭീഷ്മ പിതാമഹനായി. ഒടുവിൽ ശരശയ്യയിൽ മരണത്തിനുള്ള സമയം കാത്തുകിടക്കുന്ന അതീവ ജ്ഞാനിയായ ഭീഷ്മരുടെ പക്കൽ കൃഷ്ണൻ ഭാവി രാജാവായ യുധിഷ്ഠിരനെ അറിവ് നേടാനായി പറഞ്ഞയക്കുന്നു. യുധിഷ്ഠിരൻ ധർമ്മത്തെപ്പറ്റിയും മോക്ഷത്തെപ്പറ്റിയും 6 ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം നൽകിയ ഭീഷ്മ പിതാമഹന് തൃപ്തിയാകുകയും നാരായണനെ ധ്യാനിച്ച് മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങൾ ജപിച്ചു. വിഷ്ണു സഹസ്രനാമം അങ്ങനെ ആദ്യമായി ഈ പ്രപഞ്ചത്തിൽ ഉരുവിട്ടു. ഭീഷ്മരുടെ അന്ത്യമടുക്കുന്ന ഭീഷ്മാഷ്ടമിക്ക് സഹസ്രനാമ ജപത്തിന് ശക്തിയേറും എന്ന് പറയപ്പെടുന്നു.